ഗവർണറുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കേരള ഹൌസിൽ നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ചയെ ചോദ്യം ചെയ്ത രമേശ് ചെന്നിത്തല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചായിരുന്നു ചെന്നിത്തല മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ മറുപടി ആവശ്യപ്പെട്ടത്. നേരത്തെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളി സഭയിൽ മുഖ്യമന്ത്രിയെ പ്രകോപിതനാക്കിയിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പും കേന്ദ്രമന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടുണ്ട്. അതെല്ലാം ഔദ്യോഗിക നടപടിയാണ്. ഞങ്ങൾ അതല്ല വിമർശിച്ചത്. എന്ത് അനൌദ്യോഗിക സന്ദർശനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ധനമന്ത്രിയോട് നടത്തിയതെന്ന് ഞങ്ങൾക്കറിയണം. ഗവർണർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം എന്താണ് ചർച്ച ചെയ്തതെന്ന്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്. BJPയിൽ 3ാം സ്ഥാനം വഹിക്കുന്ന ധനമന്ത്രി മുഖ്യമന്ത്രിയെ വന്ന് കാണണമെങ്കിൽ അതും അനൌദ്യോഗിക സന്ദർശനം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയം കണ്ടെത്തുന്നതിൽ എന്താണ് തെറ്റ്? കേരളത്തിന്റെ ഗവർണർ അതിൻ്റെ ഒരു പാലമായി പ്രവർത്തിച്ചുവെന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാകില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ രാഷ്ട്രീയ നെറുകേട് കാണിക്കുന്നവരല്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകി. എന്തോ വല്ലാത്ത സംഭവം നടന്നുവെന്ന മട്ടിലാണ് നിർമ്മല സീതാരാമനെ കണ്ടതുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല പ്രതികരിച്ചത്. എനിക്കവിടെ പാർട്ടി യോഗമുണ്ടായിരുന്നു. ഗവർണർ എല്ലാ MPമാർക്കും അത്തായ വിരുന്നൊരുക്കുന്നുണ്ടെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഞാൻ ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരുന്നു. ഡൽഹിയിൽ ആ സമയത്ത് ഉണ്ടാകില്ലെന്ന ധാരണയിലാണ് ഇല്ലെന്ന് പറഞ്ഞത്. എന്നാൽ ആ പരിപാടിക്ക് അദ്ദേഹവും വന്നത് ഞാൻ ഡൽഹിയിലേക്ക് പോയ അതേ വിമാനത്തിലാണ്. പിറ്റേ ദിവസമാണ് ഗവർണറുടെ പരിപാടി. അന്ന് തന്നെ PB യോഗവും നടന്നു. അടുത്തടുത്താണ് ഇരുന്നത്. നാളെയാണ് പരിപാടി. നിങ്ങൾ വരുമോ എന്ന് ഗവർണർ ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം മുമ്പ് ക്ഷണിച്ച കാര്യം ഓർമ്മയിൽ വന്നത്. ഡൽഹിയിൽ രണ്ടുപേരും എത്തുന്നത് യാദൃശ്ചികമായാണ്. ഞാൻ എത്താമെന്ന് പറഞ്ഞു. അതിൽ പങ്കെടുക്കുകയും ചെയ്തു. പരിപാടിക്കിടെ ഗവർണറോട് ഞാൻ പറഞ്ഞു, നാളെ ധനകാര്യമന്ത്രി പ്രാതലിന് വരുന്നുണ്ട്. നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇട്ട പാളത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ സംഭവിച്ചതാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി.